ഗോപി, ഗോപി, എന്താ ഇവൻ ഉറങ്ങിയതോ ചത്തോ? ഗോപി, ചങ്കൂസ്, നിനക്കൊന്നും ആഹാരം വേണ്ടേ? ഇങ്ങോട്ട് ഇറങ്ങി നിനക്ക് നിനക്ക് എവിടെ പെണ്ണുമ്പിള്ള? എങ്ങനെ മുടി പിന്നീടിച്ചോ? അത് ചുമ്മാ വക്കീലത്തിന്റെ മോഹം കണ്ടാ അറിയാലോ. എന്താ അതോ, വക്കീലിനൊരു പെണ്ണിനെ അങ്ങ് ഇച്ഛ പിടിച്ചു എന്നുണ്ടെങ്കിൽ അപ്പൊ അവളെ മുടി രണ്ടായിട്ട് പിന്നീടിപ്പിക്കും. മൂപ്പര് ആദ്യത്തെ കാമുക എങ്ങനെയായിരുന്നു അത്രേ. പക്ഷെ ഒന്നുണ്ട് കേട്ടോ, അങ്ങനെ എങ്ങനെയൊന്നും പുള്ളിക്ക് പിടിക്കൂല. എവിടെ എവിടെ ഞാൻ വന്നോളാം. തനിക്ക് എന്താ തോന്നുന്നേ? ഓ, എന്ത് തോന്നാനാ? ഇവളുമാർക്കെല്ലാം ഇതുപോലെ ഓരോ കഥ പറയാനുണ്ടാവും. ഇത് കഥയല്ല വക്കീലേ. അല്ല, ഇതാണ് ഏതാണ്ട് വലിയ പൊണ്ണക്കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നത്. സക്രിയക്ക് എന്താ തോന്നുന്നത്? ആ വിശ്വംബന്റെ കാര്യം അവള് പറഞ്ഞത് കറക്റ്റാ. ആ സംഭവം ഞാൻ പറഞ്ഞതാ. ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. ആ കുട്ടി പറഞ്ഞത് മുഴുവൻ നേരാണെന്നേ. സക്രിയ അവളോടൊന്ന് സംസാരിച്ചു നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ ബോധ്യാവും. എനിക്ക് ഈ വർഗത്തിന്റെ കരച്ചിലും പിഴിച്ചിലും കാണാൻ മഹാ എതക്കേടാ. പിന്നെ അവള് പറഞ്ഞതിൽ കുറെ നേരുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോ എന്ത് ചെയ്യാനൊക്കും? എനിക്ക് വയ്യ തല്ലുകൊള്ളാൻ, അതും അന്യനാട്ടി വന്നു കിടന്നു. നീ നിന്റെ കാര്യം നോക്ക് ഹിലാലെ, വെറുതെ ബാക്കിയുള്ളവരെ കൂടെ പുലിവാലി പിടിപ്പിക്കാതെ. എന്റെ മോനാ അത്. അതെ മാഷേ, അതിന് മേനോ കല്യാണം കഴിച്ചാണോ? പിന്നെ എനിക്കും ഇല്ലേ എന്റേതായ പ്രാരാബ്ദങ്ങള്. രണ്ടാ കുട്ടികള്, ഇളയവള് ഈ കൂട്ടത്തിലുണ്ട്. ഇവരിവിടെ തന്നെയാണ് വളരുന്നത്? ഹേയ്, ഞാൻ രാവിലെ വരുമ്പോ കൂട്ടിക്കൊണ്ടിങ്ങ് പോരും. മോന് സ്കൂളില്ലാത്ത ദിവസവും ഇങ്ങോട്ട് പോരാറുള്ളൂ. ഈ കുട്ടികളുടെ അമ്മയും? ഛേ, അവക്ക് ഈ പടി കയറുന്നതിന് അത്ര ഇഷ്ടമല്ല. എനിക്കും അതത്ര പിടുത്തമല്ല. പിന്നെന്തിനാ പിള്ളേരെ ഇവിടെ കൊണ്ടു നിർത്തുന്നത്? ആഹാരം നടക്കുമല്ലേ? ഇറക്കാൻ പറ്റുമോ മാഷെ? ചാലക്കുഴിയിലെ മെന്നായി പോയില്ലേ? കണ്ടോ, ഈ പണ്ടാരം കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഒരാൾക്കും സ്വൈര്യം ഇല്ലാണ്ടായിരുന്നു. ഇന്നിപ്പം മര്യാദയ്ക്ക് പോയി കാണേണ്ടവരെ കണ്ടു, ആളും മെരുക്കായി. അപ്പോഴും മാസ്റ്റർ അടുത്ത് ഇത്തിരി നേരം സംസാരിച്ചിരുന്നില്ലേ? ആദ്യ ഇവിടെ വന്നിട്ട് ആദ്യ ഇപ്പൊ പഠിച്ചു. അതന്നെ. എനിക്കെന്തോ വിശ്വാസം വരുന്നില്ല. എന്റെ വാക്ക് കേട്ടിട്ട് നീ മനസ്സ് മാറ്റണ്ട. ആണായിട്ട് ഒരാളെയും വിശ്വസിക്കാൻ പേടിക്കുന്ന ഒരു മനസ്സാ എന്റേത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ അതുപടി എടുക്കണമെന്നില്ല. ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടപ്പോ എങ്ങനെയും എനിക്ക് അയാളെ കുറച്ചൊക്കെ വിശ്വസിക്കാന്ന് തോന്നി. പക്ഷെ ഇതും പറഞ്ഞതിനെ പറ്റിക്കാൻ ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല. ഇവിടെയുണ്ട്. എവിടെ പടക്കും? എവിടെ പടക്കത്തിന്റെ പൈസ? വൈകുന്നേരം പടക്കം കിട്ടിയാ പോരെ? വൈകുന്നേരല്ലേ വിഷു. പറ്റില്ല, പൈസ തന്നാ മതി, ഞങ്ങൾ വാങ്ങിച്ചോളാം. ഇപ്പൊ ഇതിന് വാങ്ങിയാ മതി. വൈകുന്നേരം ചേച്ചി അങ്ങാടിയിൽ അയച്ച് വേറെ വാങ്ങിപ്പിച്ചേരാം. നിറയെ വാങ്ങി തരാന്ന് പറഞ്ഞില്ലേ? എന്റെ മോനും ഇന്ന് അവിടെ പൂത്തിരി കത്തിക്കുന്ന എഴുതിയിട്ടുണ്ട്. എവിടെ ദേവകീർത്തിയുടെ മോൻ?
കോട്ടയത്തിനടുത്ത് ബോർഡിങ്ങില്. ദേ, ഇതാണ് എന്റെ മോൻ. മിടുക്കനാ പഠിക്കാൻ. ക്ലാസ്സിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. എവിടെയാ കുട്ടിയുടെ അച്ഛൻ? ഇതാ, ഇത് ഞാൻ അഴിച്ചു കളഞ്ഞിട്ടില്ല. ഇതും വിശ്വസിച്ചിട്ടാണല്ലോ എല്ലാവരും വിട്ട് ഞാൻ ആ മനുഷ്യന്റെ കൂടെ ഇറങ്ങി പോകുന്നത്. ആണായിട്ട് ഒരാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ മനുഷ്യൻ കാരണമാണോ ദേവകീർത്തി ഇവിടെ എത്തിയത്? ആണോ എന്ന് ചോദിച്ചാ അതെ. പക്ഷെ ഞാൻ പറയാം എന്റെ മോൻ കാരണോ ഞാനിവിടെ എത്തിയെന്ന്. അവനില്ലായിരുന്നെങ്കിൽ പണ്ടേ ഞാൻ മതിയാക്കിയിട്ടുണ്ടാവും. വല്ല തീവണ്ടിയുടെ മുമ്പിലോ കയറിന്റെ തുമ്പത്തോ. ഞങ്ങൾക്ക് ആർക്കൂടും രക്ഷപ്പെടണമെന്ന് തോന്നാറില്ല. ആകെയുള്ള രക്ഷ ഒരുപക്ഷെ ഇതായിരിക്കും. അതുകൊണ്ട് നിനക്ക് അങ്ങനെയല്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലാത്തോളാം നീ. എങ്ങനെയെങ്കിലും നിനക്കിവിടെ ചാടാൻ കഴിഞ്ഞാൽ അതിലേറ്റവും സന്തോഷിക്കുന്നത് ഞാനും ആ പൊട്ടിപ്പെണ്ണൊക്കെ ആയിരിക്കും. ആരാ അവിടെ? എടാടാ, എങ്കി പിന്നെ ആ ചങ്ങായിന്റെ മൂട്ടിലൊന്ന് പൊടിച്ചോടാ. കുട്ടി വന്ന് ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ല. അക്കരെ എത്തിച്ചെന്നാ മതിയല്ലോ. മതി. എനിക്കെന്ത് തരും? വീട്ടിൽ പോയിട്ട് വാപ്പയും ഉമ്മയായിട്ട് ആലോചിച്ചതിന് ശേഷം ഞാൻ വരും. അപ്പൊ ഒരു മറുപടി പറഞ്ഞാൽ മതി. ഉമ്മ പറയുന്ന പോലെ നടക്കൂ. ഉമ്മയും ഞാനും ഫ്രണ്ട്സിനെ പോലെയാ. വാപ്പയുടെ സമാധാനത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ ആമിനാന്നോ ഐഷാന്നോ പേരൊന്ന് മാറ്റേണ്ടി വന്നാല് വിരോധം ഉണ്ടാവില്ലല്ലോ. ഗൗരിക്കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് ഞാൻ അങ്ങോട്ട് പേര് മാറ്റാം. വരൂ. എങ്ങടാ മാഷേ? ഞങ്ങളിതാ പുഴയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട്. അതിനത്ര ചുറ്റി വളഞ്ഞു വരേണ്ട കാര്യമില്ലല്ലോ. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ പുഴയായില്ലേ? ഓ, എനിക്ക് വഴി പരിചയമില്ലാത്തോണ്ട്. വഴി പരിചയമില്ലെങ്കിൽ ഇവിടെ വെറുതെ നിന്ന് ചുറ്റിത്തിരിയണ്ട. അത് ഈ പെണ്ണിനെയും കൊണ്ട് വരി, ഞങ്ങള് വീട്ടിൽ കൊണ്ടാക്കാം. നാട് മോശ, അതുകൊണ്ടാ പറയണത്. ഒരു നിനക്ക് പറഞ്ഞു കൊടുത്തുണ്ടായിരുന്നില്ലേ കഴുതേ? നിങ്ങൾ വെക്കുള്ളൂ. ഞങ്ങൾ ഇതാ പുഴക്കര രത്തിനേരെ എന്നിട്ട് വന്നോളാം. വഴിയൊക്കെ എനിക്കിപ്പോ നിശ്ചയമുണ്ട്. പറഞ്ഞതനുസരിച്ചോളി. അടക്കടി.
എന്താ മേനെ ഉറക്കമെന്ന് വെച്ചാ അങ്ങ് ഉറക്കം തന്നെയാ. മേനെ ഏയ് എന്തുറക്കമാണപ്പോ ഇത്? അല്ല നാരായണോ, ഇരിക്കുക ഇരിക്കുക. കൊറേ ആയല്ലോ, വിശേഷമൊന്നുമില്ലല്ലോ. എന്ത് വിശേഷം? അങ്ങനെ അങ്ങ് കഴിയുന്നു, കുടിച്ചും കുടിക്കാതെ. പണിക്കർക്ക് അസുഖമൊന്നുമില്ലല്ലോ. അസുഖേ പണിക്കർക്ക് ഞാനിങ്ങോട്ട് പോരുമ്പോ ആനകളെ കുളിപ്പിക്കുന്നത് നോക്കാൻ പോണു. മൂപ്പരും കൂടും ആനയെ തേക്കാനും പിടിക്കാനും ഒക്കെ. ആഹാ, അവർക്കൊക്കെ എങ്ങനെ അസുഖം വരാനാ മേനെ? ആഹാരവും തേച്ചുകുളി എല്ലാം ഇപ്പോഴും കൃത്യമല്ലേ? അതുകൊണ്ട് എന്താ, മനസ്സ് 16 വയസ്സല്ലേ ഇപ്പോഴും? നമ്മളൊക്കെ ഒരു പ്രായ പറഞ്ഞിട്ട് എന്താ? അല്ലെങ്കിൽ തന്നെ മഹാഭാഗ്യവാനല്ലേ പണിക്കര്? മൂപ്പരുടെ ഭാഗ്യം ഇപ്പം നമുക്ക് ഭാഗ്യക്കേടായിട്ടാ തീർന്നിരിക്കുന്നത്. അതെന്താ നാരായണ താൻ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? എന്നല്ല പറഞ്ഞത്, ഓരോ ജോലികൾ വന്ന് വീഴുന്നത് കാണുമ്പോ. ആ മോളെടുത്ത് ഒന്ന് ഇങ്ങോട്ട് വന്നി. മാളുവേട്ടത്ത് ഈ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാകുന്നല്ലാതെ എനിക്കിത് വല്ലതും അവിടെ ചെന്ന് പറയാൻ ഒക്കോ? വേണമെങ്കിൽ ഞാൻ കൂടെ ഒന്ന് പണിക്കരോട് പറയാം. ഇനി ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. മൂപ്പന്റെ അടുത്ത് കാലത്ത് നിങ്ങൾ ആ കുട്ടിയും കൂട്ടി പോയ വിവരം അവിടെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്നല്ല, ഈ നാട്ടിൽ നടക്കുന്ന ഓരോ സംഗതികളും അപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുക കക്ഷി. ഓള് മൂപ്പന്റെ അടുത്ത് പോയി, മാപ്പിളമാര് നിങ്ങൾക്ക് സപ്പോർട്ടായി, എല്ലാം അവിടെ അറിഞ്ഞിട്ടുണ്ട്. അല്ല നീ ഇതിപ്പോ എനിക്ക് നിങ്ങളുടെ പൂരായി ഒന്നും കേൾക്കണ്ട. ഒരു കാര്യം ഓർത്തോളൂ, മൂപ്പം വിളിച്ചാൽ വരാൻ ഇവിടെ 100 മാപ്പിളമാരുണ്ടെങ്കിൽ പണിക്കൽ വിളിച്ചാൽ വരാൻ ഇവിടെ 100 സഹായന്മാരുണ്ട്. നാരായണ ഞാനത് ഇന്നലെ വരെ മാപ്പിളമാർ ഇവിടെ കയറി സൂര്യക്കേടുണ്ടാക്കാൻ നിന്നപ്പോ കാവല് കിടക്കാനും വെട്ടുകൊള്ളാനും 4 ഹിന്ദുക്കൾ വന്നത് ആര് പറഞ്ഞിട്ടാണെന്നാ നിങ്ങളുടെ ധാരണ? എനിക്കതറിയില്ലേ, നീ ഇതെന്താ? അതൊന്നും മറക്കാൻ പാടില്ല. ഭൂമിയോളം ക്ഷമിക്കുന്നവനാണ് അദ്ദേഹം. ഇതിപ്പോ എങ്ങനെയോ മൂപ്പർക്കൊരു തോന്നൽ വന്നിട്ടുണ്ട്, മാപ്പിളമാരുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് മാളുകെട്ടത് ഇവിടെ പിടിച്ചിരിക്കാനുള്ള ഭാവമാണ്. അത് കിടക്കില്ല. എന്റെ ഗുരുവായൂരപ്പാ, ഞാൻ പറയണതൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ക്ഷമയില്ലാണ്ടായാലോ? അവളെ അയക്കാൻ എനിക്കെന്തിനാ മനപ്രയാസം? കെട്ടിക്കാൻ നിർത്തിയിരിക്കുന്ന കുഞ്ഞുമോളൊന്നും അല്ലല്ലോ. അവളുടെ സ്വഭാവം ശരിയല്ല നാരായണ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞില്ലേ. സ്വഭാവമൊക്കെ നേരെ ആയിക്കൊള്ളും. മൂപ്പം പാവമായതുകൊണ്ട് അവള് വിദ്യ കാട്ടി ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ അങ്ങനെ ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല. മൂപ്പനെ ദേഷ്യം പിടിപ്പിച്ചാലേ കാലത്തെ പെണ്ണ് തലയില്ലാതെ പുഴക്കര കിടക്കും, അറിയോ? അതും എന്റെ കൈ കൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. എന്റെ ഈശ്വര, അതല്ല, മാളുവേട്ടത്തെയാണ് ഇതിൽ സൂത്രം കളിച്ച് പെണ്ണിനെ പറഞ്ഞു വിടാതെ പിടിച്ചു നിർത്തിയിരുന്നെങ്കിൽ അതിനുള്ള വിവരം എന്താണെന്ന് വെച്ചാൽ അതും ഇന്ന് രാത്രി തന്നെ കക്ഷി ബോധ്യപ്പെടുത്തി തരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, അതിനുള്ള പുറപ്പാടാ അവിടെ. ഓഹോ, സപ്പോർട്ടുകാരെയല്ല ഒപ്പം തന്നെ താമസിപ്പിച്ചിരിക്കുക. ഒന്ന് നിർത്തണ്ട നാരായണ. നിങ്ങൾക്ക് എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാൽ ഈ അശ്രീരത്തിന് ഇവിടുന്ന് പിടിച്ചോണ്ട് പോയിക്കോളൂ. കൊല്ലുകയോ കൊല്ലാതിരിക്കയോ. നെല്ലടിയോടെ 9 മണിക്ക് ഞാൻ കാറ് കൊണ്ടുവരും. 9:30 അദ്ദേഹം കളത്തി വരുമ്പം അവിടെ എത്തിയിരിക്കണം. എനിക്ക് അത്രേ അറിയണ്ടു. എന്റെ ശവമായിരിക്കും നിങ്ങൾ കൊണ്ടുപോണത്. അത് പണിക്കര് പറഞ്ഞാല് ഇല്ലേ, ഞാൻ കുറ്റം പറയുന്നില്ല. ഇപ്പോഴൊക്കെ അല്ലേ ഇത്തിരി ഡിമാൻഡ് കേട്ടാൻ ഒക്കൂ, അല്ലേ? 4 ദിവസം കഴിയുമ്പോ എന്ത് പറയും? ഞാൻ ഇറങ്ങുന്ന മാളുവേട്ടത്തി, പോയിട്ട് വരാം. വരികയോ കൊണ്ടുപോകുകയോ ഒക്കെ തന്റെ കാര്യ. അത് എങ്ങനെയാ ശരിയെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്തോളുക. പിന്നെ എന്നെ കുറ്റം പറയാനും നായന്മാരെ കൂട്ടാനും ഒന്നും നിന്നേക്കരുന്ന് പണിക്കരോട് പറഞ്ഞേക്കണം. പണിക്കര് അങ്ങേര് പറയണത് അങ്ങോട്ട് അനുസരിക്കായിരിക്കും നല്ലത്. മൂപ്പന് ചിലപ്പോഴെങ്കിലും ഒരു മനസ്സൊക്കെ ഉണ്ട്. ഇങ്ങേരെ അതല്ല, അയാൾക്ക് കലി ഇളകിയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് സ്വൈരായിട്ട് ഇരിക്കാൻ പറ്റാണ്ടേ. ദേവക എപ്പോഴെങ്കിലും മദ്യം കഴിച്ചിട്ടുണ്ടോ? അയ്യേ കഴിച്ചിട്ടേ ഇല്ല. ഇല്ല. അപ്പൊ അതാ നമ്മൾ തമ്മിൽ ചേരാത്തത്. കള്ളു കുടിക്കുന്ന പെണ്ണുങ്ങളോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. കള്ളിന് മാത്രമേ ഇഷ്ടമുള്ളൂ. അത് പറയാൻ എന്തിനാ മടിക്കുന്നത്? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ പിള്ളേരെ കൊണ്ടുവന്നല്ലേ. ഹോ, ഒരു വയസ്സൻ. ഇരിക്കടോ. കറിയച്ചോ, ആ പെണ്ണിന്റെ കാര്യം കുഴപ്പമാ. ഇവൻ പറഞ്ഞ ശരിയാ.
അവൾ ഏതാണ്ട് ഒരു ഹൗസ് അറസ്റ്റില്ല. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ? വിളിച്ചിറക്കി കൊണ്ടുപോയി ചെലവിന് കൊടുക്കണം. എന്നല്ല, താൻ കൊടുക്കൂ. ഞാൻ കൊടുക്കാം. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു. നേരെ സക്രിയ, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇനിയും പരിക്ക് പറ്റാതെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ കുട്ടിയായിരിക്കും നാളെ ഒരിക്കലും എന്റെ വീട്ടുകാരെത്തി. ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാനുള്ള പദ്ധതി ഇടുകയാണോ മോനെ? വരൂ കുട്ടി. വാ. ചെറുവാണിയൂരുള്ളതാ. ഞാൻ ഇപ്പൊ കാറ് വിട്ട് വിളിപ്പിച്ചതാ. പാരസാര കുട്ടിയാ. ഇവരൊക്കെയാ ടൗണിൽ നിന്ന് വന്നത് ഞാൻ പറഞ്ഞില്ലേ. ശ്രീദേവി പഠിപ്പുള്ള കുട്ടിയാ. ഡിഗ്രി ഉണ്ട്. അതെയോ? ആ. BA? അല്ല, BSc എന്തായിരുന്നു സബ്ജക്ട്? ബോട്ടണി. വീക്കെൻഡ് പയ്യനെ മാതിരി നീ ഇപ്പൊ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് പറയുമെന്ന് പേടിച്ചിരിക്കാ ഞാൻ. സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്.